അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മുഅ്മിനായ മനുഷ്യന് മുടിയെടുക്കാൻ വേണ്ടിയിട്ട് ബാർബർ ഷോപ്പിലേക്ക് പോവാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ഈ ബാർബർ പറയാണ്, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വിഷമങ്ങളുമുള്ള ഈ ലോകത്ത് ദൈവസങ്കല്പം എന്നുള്ളത് വെറുതെയാണ് എന്ന് പറയുമ്പോൾ ഈ മുഅ്മിനായ മനുഷ്യനൊന്നും പറയാതെ മുടിയെടുത്തിട്ട് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നതിനിടയിൽ അദ്ദേഹം ഒരു മനുഷ്യനെ കാണുകയാണ്. മുടിയും താടിയും വളർത്തിയതായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ബാർബർ ഷോപ്പിലേക്ക് തിരിച്ചു വന്നിട്ട് ഈ ബാർബറോട് പറയുന്നുണ്ട്, ഈ ബാർബർ എന്നുള്ളത് വെറുതെയാണ്, ഇല്ലാത്തതാണ് എന്ന് പറയാണ്. ആ സമയത്ത് അത്ഭുതത്തോടെ ബാർബർ പറയുന്നുണ്ട്, ഞാൻ ബാർബറല്ലേ, മുടി വെട്ടുകാരനല്ലേ, പിന്നെ നീ എന്താ പറയുന്നത്, ഞാൻ ഇല്ല എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ മുഅ്മിനായ മനുഷ്യൻ തിരിച്ചു പറയുന്നുണ്ട്, മുടിയും താടിയും വളർത്തിയതായ ഒരു മനുഷ്യൻ അങ്ങാടിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് മുടിയുണ്ട്, താടിയുണ്ട്, അതുകൊണ്ട് തന്നെ ബാർബർ ഇല്ല എന്ന് പറയുമ്പോൾ ഈ ബാർബർ തിരിച്ചു പറയുന്നുണ്ട്, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നാലല്ലേ ഞാൻ എടുത്തു കൊടുക്കുള്ളൂ, ഞാൻ റെഡിയാക്കി കൊടുക്കുള്ളൂ എന്നുള്ള തരത്തിൽ പറയുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ തിരിച്ചു പറയാണ്, അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ അടുത്ത് ആ അള്ളാഹുവിനോട് ചോദിച്ചാലല്ലേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരികയുള്ളൂ എന്ന്. ഇതിൽ നിന്നൊരു പാഠമുണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു തീർത്തു തരും. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ആയുധമാണ് ദുആ എന്നുള്ളത്. ഈ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും, ചിലപ്പോൾ അള്ളാഹു കുറച്ച് വൈകിപ്പിക്കും, മറ്റു ചിലപ്പോൾ അള്ളാഹു ആഖിറത്തിലേക്ക് പിന്തിപ്പിക്കും. മുഅ്മിനായ മനുഷ്യന് നാളെ ആഖിറത്തിലേക്ക് പോയാൽ അവൻ ചെയ്ത ദുആഇൻ്റെ പ്രതിഫലം സ്വീകരിക്കാതെ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചതിൻ്റെ പ്രതിഫലം കൊടുക്കുമ്പോൾ അവൻ അറിയാതെ പറയും, അല്ലാഹുവേ, ഞാൻ ചെയ്ത ദുആ, ദുനിയാവിൽ ചെയ്ത ദുആ ഒന്നും നീ സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള തരത്തിൽ പറയുമെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ ആലോചിക്കണം മുഅ്മിനീങ്ങളെ. അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു ഏത് സമയത്താണോ നമുക്ക് യോജിച്ചത് ആ സമയത്ത് അള്ളാഹു നമുക്ക് തരും.